ഫസ്റ്റ് ഹാഫ് ഫുൾ ലാഗായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുഴപ്പമില്ല. ഒരു കോമഡി ഡ്രാമ നല്ലതാണ്. ഒരു കോമഡിയാണ്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. അതുകൊണ്ട് ലാസ്റ്റ് വരുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവും. അങ്ങനത്തെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലത്തെ പടമാണ്. സിനിമയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ജാതി മത രാഷ്ട്രീയങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധം. ഡിജോയുടെ വളരെ നല്ലൊരു മികച്ച സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് കോമഡി ട്രാക്കാണ്. സെക്കൻഡ് ഹാഫ് നല്ലൊരു കുറേ മെസ്സേജ് സോഷ്യൽ മെസ്സേജ് കുറേ ഉണ്ട്. പിന്നെ ഒരു രാജ്യത്തിൻ്റെ സ്നേഹബന്ധങ്ങളൊക്കെ പറയാനുണ്ട്. കുറേ മെസ്സേജസ് സെക്കൻഡ് ഹാഫിലുണ്ട്. നല്ല മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജിൽ പോയി. ജസ്റ്റ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. നല്ല മൂവിയാണ് ഓവറോൾ. നല്ല പടം കിണ്ണം പടമാണ്. സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് പതുക്കെ തുടങ്ങി. സെക്കൻഡ് ഹാഫ് പറഞ്ഞ സെറ്റായിരുന്നു. ഫസ്റ്റ് വാച്ച തിയേറ്ററിലൊന്നും തന്നെ കാണണം. അടിപൊളിയായിരുന്നു. ആടുജീവിതം സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ? കോമഡി പീസ് ഇഷ്ടപ്പെട്ടോ? ഫാമിലി ആണോ? സൂപ്പർ പടം. പോലെ പെർഫോമൻസ് ഒക്കെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഡ്രാഗിങ് ഫീൽ ചെയ്തു. ഞാൻ ഉറങ്ങിപ്പോയി ചെറുതായിട്ട്. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കൊള്ളാം. നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതിനൊത്ത് അങ്ങോട്ട് എത്തിയിട്ടില്ല പടം. കാരണം ആ സെക്കൻഡ് ഹാഫിലോട്ടായാലും ആ വിചാരിച്ച കാരണം നമ്മൾ കോമഡി ആ സെക്കൻഡ് അവർ ട്രെയിലർ ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു കുറച്ചും കൂടി സീരിയസ് പടമായിരിക്കുമെന്ന്. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫിന് ആ ഇമോഷൻ സാധനങ്ങൾ എന്തോരം വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ബജ്രംഗിയും നമ്മൾ കുറേ ഇങ്ങനത്തെ പടം പാട്രിയോട്ടിസം പടങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് എത്ര വർക്കായിട്ടെന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. അത് കൊള്ളായിരുന്നു. അത് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല സെക്കൻഡ് ഹാഫിലോട്ട്. കാരണം സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴേക്ക് അവരുടെ ആ ഇത് മാറി വേറൊരു സ്ഥലത്തോട്ടും വേറൊരു ഇതായി മാറി. അപ്പോഴേക്കും ആ വന്ന പേസിൽ നിന്ന് പടം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തൊരു ഉണ്ടപ്പരിവായിട്ടുണ്ട്. ഇല്ല, ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് കണ്ടിരിക്കാത്തത്. യൂത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം. നിവിൻ്റെയും ജാൻ്റെ കോംബോ എങ്ങനെയുണ്ട്? വർക്കൗട്ടായോ? വർക്കൗട്ടായില്ല. കാര്യമായിട്ട് കോമഡി എന്താ മറ്റേ ജനഗണമന പോലത്തെ ഒരു ഹൈപ്പ് കിട്ടുന്ന ഒരു പടമല്ല. ഒരു നോർമൽ അങ്ങനത്തെ ഒരു ഇതാണ്. നിവിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്? അടിപൊളിയായിരുന്നു. പന്ന കോമഡി ആയിരുന്നു. നിവിൻ്റെ ജാൻ്റെ കോംബോ എങ്ങനെയുണ്ട്? നിവിൻ്റെ ജാൻ്റെ കോംബോ ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ നന്നായിട്ട് ചിരിച്ചു. പിന്നെ അടിപൊളിയായിരുന്നു. ആ കോമഡിയാണ്. പിന്നെ അതിനകത്ത് സീരിയസ് ഉണ്ട്. അടിപൊളിയായിട്ട്. കേരളം ഒരു മലയാളി ഉണ്ടാവും. മലയാളികൾ തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. നീമ്പോളുടെ മികച്ച തിരിച്ചുവരവാണെങ്കിൽ ലിസൻസീഫിൻ്റെ മികച്ച പ്രൊഡ്യൂസിന് ഈ വർക്കൗട്ടായി പോയിട്ടുണ്ട്. ഡിജോ ജോസിൻ്റെ ഡയറക്ഷൻ വർക്കൗട്ടായി പോയിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.